بحمد ربي أبدأ المنيرة ثم الصلاة والسلام السيرة على نبي اسمه محمد أبوه عبد الله منه مفرد أبوه عبد الله منه مفرد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അബൂ ത്വാലിബിന്റെ വഫാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ സങ്കടമുണ്ടാക്കിയ ഒന്നായിരുന്നു അബൂ ത്വാലിബിന്റെ വഫാത്ത്. മറ്റൊരു ദുഃഖം കൂടെ അതിനെ തുടർന്ന് റസൂലുള്ളാഹിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അത് തൻ്റെ പ്രിയപ്പെട്ട ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്തായിരുന്നു. നബുവത്തിൻ്റെ 10-ാം വർഷം, ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. റസൂലുള്ളാഹിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ 2 ദുഃഖങ്ങൾ, ഒന്ന് അബൂ ത്വാലിബിന്റെ വഫാത്ത്, മറ്റൊന്ന് ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്ത്. തൂഫിയത് ഖദീജ ഖബ്ല മഖ്റജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മദീന ബി3 സിനീൻ. റസൂലുള്ളാഹി മദീനയിലേക്ക് ഹിജറ പോകുന്നതിൻ്റെ 3 വർഷം മുമ്പ്, അഥവാ നബുവത്തിന്റെ 10-ാം വർഷത്തിൽ ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്തായി. എപ്പോഴാണ് ആ വഫാത്ത്? അത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അബൂ ത്വാലിബിന്റെ വഫാത്ത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് എന്നഭിപ്രായപ്പെട്ടവരുണ്ട്, 1 മാസം എന്നഭിപ്രായപ്പെട്ടവരുണ്ട്, അല്ല 2 മാസം എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. ഏതായിരുന്നാലും ഇസ്രാ മിഅ്റാജിന്റെ മുമ്പായിട്ടാണ് ആ മരണം. എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അബൂ ത്വാലിബിന്റെ വഫാത്ത് കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് എന്നതിൽ ഖിലാഫുണ്ട്. ലാക്കിൻ ഇഖ്തുലിഫ ഫി തഈനിൽ യൗമി വശഹർ, ഏതാണ് ആ ദിവസം, ഏതാണ് ആ മാസം എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇത് നമ്മളൊന്ന് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം? അഭിപ്രായ വ്യത്യാസത്തിന്റെ കാരണം, ഇസ്ലാമിക ശരീഅത്തിൽ മരിച്ച ആണ്ടിന് നിർവഹിക്കാൻ പ്രത്യേകിച്ചൊരു അമലില്ല. ഒരു വ്യക്തി മരിച്ച് 1 വർഷം പൂർത്തിയാകുമ്പോൾ അന്ന് പ്രത്യേകമായി ചെയ്യാൻ വല്ല അമലുമുണ്ടായിരുന്നുവെങ്കിൽ ഖദീജ റളിയല്ലാഹു തആല അൻഹ വഫാത്തായ ദിവസത്തിൽ എങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ടാകും? പല ആളുകളും പറയും, ഇന്ന് ഉമ്മയുടെ ആണ്ടാണ്, ഉപ്പയുടെ ആണ്ടാണ്, ഫാത്തിഹ ഓതണം, ഉസ്താദിനെ വിളിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥന നടത്തും. പ്രത്യേകമായ പല ആചാരങ്ങളും ഭക്ഷണ വിതരണങ്ങളുമൊക്കെ മരിച്ചു 1 വർഷം പൂർത്തിയാകുന്ന ദിവസത്തിൽ ആ ദിവസത്തിന് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ആളുകൾ നടത്തി വരാറുണ്ട്. അത് ചെയ്യാത്ത ആളുകൾക്ക് കണ്ടോ ഉമ്മയോട് സ്നേഹമില്ല, ഉപ്പയോട് സ്നേഹമില്ല എന്നാണ് ആളുകൾ ധരിച്ചു വെച്ചിട്ടുള്ളത്. ഖദീജ റളിയല്ലാഹു തആല അൻഹയെ എത്രമാത്രം റസൂലുള്ളാഹി സ്നേഹിച്ചു. അവർ മരണപ്പെട്ട ആ വർഷം, അത് ഓരോ കൊല്ലത്തിലും കടന്നു വരുന്ന ദിവസത്തിൽ, ആ ആണ്ടിൽ എന്തെങ്കിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചു എങ്കിൽ സ്വഹാബത്ത് അത് നിരീക്ഷിക്കുമായിരുന്നു, അത് സ്വഹാബത്ത് നമുക്ക് കൈമാറിത്തരുമായിരുന്നു. നമ്മളുടെ താടിയിൽ എത്ര രോമങ്ങൾ നരച്ചിട്ടുണ്ട് നമുക്കറിയുമോ? ഇല്ലല്ലോ. മുടിയിൽ എത്ര രോമങ്ങൾ നരച്ചിട്ടുണ്ട് നമുക്കറിയില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താടിയിലും മുടിയിലുമായി 20 രോമങ്ങൾ മാത്രമാണ് നരച്ചിരുന്നത് എന്ന് സ്വഹാബത്ത് നിരീക്ഷിച്ച് റസൂലുള്ളാഹിയെ പഠിച്ച് നമുക്ക് കൈമാറിയിട്ടുണ്ട്. ആ ഇൽമു നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഹദീസുകളിലൂടെ അള്ളാഹുവിൻ്റെ റസൂലിനെ ഇന്ന് നമുക്ക് കാണാം. എങ്ങനെയായിരുന്നു ആ നടത്തം, എങ്ങനെയായിരുന്നു ആ പുഞ്ചിരി, എങ്ങനെയാണ് റസൂലുള്ളാഹി മുടിവാരിയത്, ഓരോ കാര്യങ്ങളും ഹദീസുകളിലൂടെ നമുക്ക് കാണാം. പ്രവാചക ജീവിതത്തിലെ ഓരോ പാഠങ്ങളും അവർ നമുക്ക് കൈമാറി.
എങ്കിൽ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്തിന് ശേഷം 13 കൊല്ലം ജീവിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ മരണപ്പെട്ട ദിവസത്തിൽ എന്തെങ്കിലും ഒരു ആചാരം നടപ്പിലാക്കിയോ? എന്തെങ്കിലും ഒരു ഭക്ഷണ വിതരണം നടപ്പിലാക്കിയോ? അല്ല, ഇന്ന ദിവസമാണ് മരണ ദിവസം, ആ ദിവസം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, ആ ദിവസം ഒന്ന് നിങ്ങൾ പ്രത്യേകമായ ഒരു ഫാത്തിഹ, പ്രത്യേകമായൊരു പ്രാർത്ഥന നിർവഹിക്കണം, അത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നില്ല. മാത്രമല്ല ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ പെൺമക്കൾ അവര് ജീവിച്ചു. ഫാത്തിമ റളിയല്ലാഹു തആല റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷമാണ് വഫാത്താകുന്നത്. അവരൊന്നും അങ്ങനെ ഒരു ആണ്ട് നടപ്പിലാക്കിയിട്ടില്ല. ചരിത്രത്തിൽ അതിന് തെളിവില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ പിൽക്കാലഘട്ടത്തിൽ കൂട്ടിച്ചേർത്ത അനാചാരമാണ് അത് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവരെ മറവ് ചെയ്തത് വദുഫിനത് ബിൽ ഹജൂന ഫി മഖാബിരി അഹ്ലി മക്ക, മക്കക്കാരുടെ ഖബർസ്ഥാനായിട്ടുള്ള ഹജൂനിൽ അവരെ ഖദീജ റളിയല്ലാഹു തആല അൻഹയെ മറവ് ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലേക്ക് ഇറങ്ങി. അള്ളാഹുവിൻ്റെ റസൂലാണ് ആ മയ്യത്ത് അവരുടെ ശരീരം ഖബറിലേക്ക് ഇറക്കി വെച്ചത്. അന്ന് മയ്യത്ത് നമസ്കാരം ശറഅാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക് വേണ്ടി ജനാസ നമസ്കാരം നടന്നിട്ടില്ല. ആദ്യമായി അസ്അദ് ഇബ്നു സുറാറ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മദീനയിൽ ഹിജ്റയുടെ 1 ആദ്യമായി കൊണ്ട് ജനാസ നമസ്കാരം നടക്കുന്നത് അദ്ദേഹത്തിൻ്റെതാണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹിയും ഖദീജ റളിയല്ലാഹു തആല അൻഹയും തമ്മിലുള്ള ബന്ധം വളരെ ഊഷ്മളമായ ദാമ്പത്യമായിരുന്നു. ആരും കൊതിച്ചു പോകുന്ന, ആരും ആഗ്രഹിച്ചു പോകുന്ന അത്രയും സ്നേഹം നിറഞ്ഞതായിരുന്നു അവരുടെ ജീവിതം. 25 വർഷം നീണ്ടുനിന്ന ദാമ്പത്യ ജീവിതം. വഫാത്താകുന്ന സമയത്ത് 65 വയസ്സാണ് അവരുടെ പ്രായം. വിവാഹത്തിന്റെ സമയത്ത് 40 വയസ്സ്. ഖദീജ റളിയല്ലാഹു തആല വഫാത്താകുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 50 വയസ്സാണ് റസൂലുള്ളാഹിയുടെ പ്രായം. പ്രവാചകൻ വളരെ അധികം അവരുടെ വഫാത്തിൽ ദുഃഖിച്ചു. കാരണം 25 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ റസൂലുള്ളാഹിക്ക് വെറുപ്പുള്ള ഒരു വാക്കും ഖദീജ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് കേട്ടിട്ടില്ല. റസൂലുള്ളാഹിക്ക് വെറുപ്പുള്ളൊരു നോട്ടം പോലും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലും റസൂലുള്ളാഹിക്ക് ഏറ്റവും ശക്തമായ പരീക്ഷണങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഘട്ടമാണ് 10 കൊല്ലം. ആ പരീക്ഷണങ്ങളിൽ തണലായി, ആശ്വാസവാക്കായി ഖദീജ റളിയല്ലാഹു തആല അൻഹയുണ്ടായിരുന്നു. സമ്പത്തുകൊണ്ട്, മനസ്സുകൊണ്ട് റസൂലുള്ളാഹിയുടെ കൂടെ നിന്നു. പ്രയാസങ്ങളിൽ ആശ്വാസമായി, ദുഃഖങ്ങളിൽ കൈപിടിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്തിന് ശേഷം വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ റസൂലുള്ളാഹി ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന്. കാരണം അത്രമാത്രം പ്രയാസം, അത്ര വലിയ ദുഃഖം ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ വിയോഗത്തിൽ റസൂലുള്ളാഹിക്ക് അനുഭവിച്ചു. റസൂലുള്ളാഹി പുറത്തേക്കിറങ്ങൽ കുറഞ്ഞു. അത്രമാത്രം റസൂലുള്ളാഹിയെ സ്വാധീനിച്ച, ചരിത്രം പഠിച്ചാൽ ഏതൊരു സ്ത്രീയുടെ മനസ്സിലും സ്വാധീനം ചെലുത്തുന്ന, മാതൃകയാക്കാൻ കഴിയുന്ന സ്വഭാവ ഗുണത്തിനുടമയാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹ. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിയുടെ അരികിലേക്ക് വന്നു. എന്നിട്ട് ജിബ്രീൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, ഫഖ്റ അലൈഹസ്സലാം മിൻ റബ്ബിഹാ വമിന്നി. മുഹമ്മദ്, ഖദീജയോട് അള്ളാഹുവിൻ്റെ സലാം അറിയിക്കുക, എൻ്റെ സലാമും അറിയിക്കുക. അള്ളാഹു സലാം അറിയിച്ച, ജിബ്രീൽ സലാം അറിയിച്ച മഹദിയാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹ. വബശ്ശിർഹാ ബിബൈത്തിൻ ഫിൽ ജന്ന മിൻ ഖസബ് ലാ സഖബ ഫീ വലാ നസബ്. സ്വർഗത്തിൽ ഒരു ഭവനമുണ്ട് എന്ന്, സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ട് എന്ന് ഖദീജ റളിയല്ലാഹു തആല അൻഹയോട് അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങ് സന്തോഷ വാർത്ത അറിയിക്കുക. അവിടെ
ക്ഷീണമില്ല, അവിടെ പ്രയാസങ്ങളില്ല. അപ്പോൾ സ്വർഗമുണ്ട് എന്ന് ജിബിരിൽ അറിയിച്ച, അള്ളാഹു സലാം അറിയിച്ച മഹദി. മരണശേഷവും ഖദീജ ഓർമ്മയായി റസൂലുള്ളാഹിയുടെ മനസ്സുകളിലേക്ക് ഒരു തലോടലായി കടന്നു വന്നുകൊണ്ടേയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറു നിസാഇഹാ മറിയം വ ഖൈറു നിസാഇഹാ ഖദീജ. സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠ മറിയമാണ്, സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠയായവർ ഖദീജയാണ്. ഈ കാലഘട്ടത്തിലെ ഏറ്റവും മഹത്വമുള്ള മഹദി, ഏറ്റവും ശ്രേഷ്ഠതയുള്ള വ്യക്തിത്വം അത് ഖദീജ റളിയല്ലാഹു തആലയാണ്. ആയിഷ റളിയല്ലാഹു തആല പറയാറുണ്ട്, ഞാൻ അവരെ കണ്ടിട്ടില്ല. ആയിഷ റളിയല്ലാഹു തആല ഖദീജ റളിയല്ലാഹു തആലയെ കണ്ടിട്ടില്ല. പക്ഷെ എന്നിട്ട് പോലും എനിക്ക് ഖദീജ റളിയല്ലാഹു തആലയോട് ഒരു പ്രയാസം തോന്നി. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ എപ്പോഴും ഖദീജയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആയിഷ ഖദീജയുള്ള ആ കാലം, ഖദീജ ഉണ്ടായിരുന്ന ആ ദിവസങ്ങൾ, അങ്ങനെ അവരെക്കുറിച്ച് പറഞ്ഞ് ആയിഷ റളിയല്ലാഹു തആലക്ക് ചെറിയൊരു പ്രയാസം, ചെറിയൊരു നീരസം തോന്നിയെന്നാണ്. നബിയെ, അങ്ങേക്ക് മറ്റ് ഭാര്യമാരില്ലാത്തതുപോലെയാണല്ലോ ഒരു ഖദീജ എന്ന് ആയിഷ റളിയല്ലാഹു തആല ചോദിച്ചപ്പോൾ റസൂലുള്ളാഹിയുടെ മറുപടി, ഇന്നഹാ കാനത്ത് വകാന ലീ മിൻഹാ വലദുൻ. ഖദീജ, അത് ഖദീജയാണ്, അവരിലാണ് എനിക്ക് അള്ളാഹു സന്താനങ്ങളെ നൽകിയത്. മറ്റു ഭാര്യമാരിൽ റസൂലുള്ളാഹിക്ക് മക്കളില്ല. അവരുടെ വഫാത്ത് വരെ അള്ളാഹുവിൻ്റെ റസൂൽ വേറെ വിവാഹം കഴിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ആദ്യം വിശ്വസിച്ച വനിതയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആദ്യമായി ധനം ചിലവഴിച്ചവരാണ്. റസൂലുള്ളാഹിയുടെ പിന്നിൽ ആദ്യമായി നമസ്കരിച്ചവരാണ്. അള്ളാഹു സലാം അറിയിച്ചവരാണ്. അതുപോലെ തന്നെ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മഹദിയാണ്. അവരുടെ വിയോഗം റസൂലുള്ളാഹിയെ പ്രയാസപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് തുടർന്നു വരുന്ന ക്ലാസ്സുകളിൽ ചരിത്രത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.